ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വാർഷിക എക്സാമിന് 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെയും ബോർഡിംഗ് മദ്രസയിലെയും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഉലൂമുദ്ദീനിന്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ശരിയുത്തരത്തിന് കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിൽ പോകാൻ കഴിയാതെ വന്നപ്പോൾ ആരെയാണ് പകരമാക്കിയത്? ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഇമാമാക്കി നിസ്കരിച്ചത്. അപ്പോൾ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതാം. അടുത്തതാ പലിശ ഇടപാട് ഹറാമാണ്. മദീനയിലെ മസ്ജിദുൻ നബവിയാണ്. ഫലസ്തീനിലാണ് മസ്ജിദുൽ അക്സ, മക്കയിലാണ് മസ്ജിദുൽ ഹറാം. അപ്പോൾ മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്. അടുത്തത് 4 ഖലീഫമാരിൽ പെട്ട മഹാനാണ് അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തു. ബുധനാഴ്ച രാത്രിയാണ്. തിങ്കളാഴ്ച വഫാത്തായി, ബുധനാഴ്ച രാത്രിയാണ് മറവ് ചെയ്തത്. ഇനി ചേരുംപടി ചേർക്കാൻ. നബിയുടെ ഭാര്യ ആയിഷ ബി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇതിന്റെ സി നമുക്ക് അടയാളപ്പെടുത്താം. ഈമാനിൽ പെട്ടതാണ് വഴിയിൽ നിന്ന് തടസ്സം നീക്കൽ ഈമാനിൽ പെട്ടതാണ്. അപ്പം അതിൻ്റെ എഴുതാം. നമുക്ക് പാടില്ല. എന്താണ് നമുക്ക് പാടില്ലാത്തത്? പിശുക്ക് നമുക്ക് പാടില്ല, അതൊരു ദുർഗുണമാണ്. അപ്പം അതിൻ്റെ ഡി എഴുതാം. സൽഗുണമാണ് ലളിത ജീവിതം. അപ്പം അതിൻ്റെ ബി എഴുതാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഡാഷിന് വേണ്ടി അധികാരം ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇബാദത്തിൽ മുഴുകാൻ വേണ്ടിയിട്ട് അധികാരം ഉപേക്ഷിച്ചു. അടുത്തത് എന്താണ്? തൊഴിലാളിയോട് ഡാഷ് പെരുമാറണം. എന്താണ്? കാരുണ്യത്തോടെ പെരുമാറണം. തൊഴിലുടമ തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനം നൽകുകയും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാരുണ്യത്തോടെ പെരുമാറണം. അടുത്തത് എന്താണ്? വിവേകത്തോടെയുള്ള പെരുമാറ്റം ഡാഷ് ഉണ്ട് എന്നതിന് തെളിവാണ്. എന്താണ്? ബുദ്ധിയുണ്ട് എന്നതിന് തെളിവാണ്. വിവേകത്തോടുള്ള പെരുമാറ്റം ബുദ്ധിയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അടുത്തെന്താണ്? പ്രവാചകന്മാർ കളവ് പറയാത്തവരും ഡാഷുമാണ്. എന്താണ്? പ്രവാചകന്മാർ കളവ് പറയാത്തവരും വഞ്ചിക്കാത്തവരുമാണ്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് കരഞ്ഞത് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് കരഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ട് മകൾ ഫാത്തിമ ബീവി കരഞ്ഞു. കർബ അബാഹു, ഉപ്പയുടെ വിഷമം എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവിയാണ് കരഞ്ഞത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? പഴങ്ങൾക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എത്ര വിലയാണ് കണക്കാക്കിയത്? എത്ര വിലയായിരുന്നു? ഒരു ദിർഹം വിലയാണ് പഴങ്ങൾക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹം വില കണക്കാക്കിയത്. അടുത്തത് കച്ചവടത്തിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യം എന്തൊക്കെയാണ്? ചരക്കിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക, നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക, അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക, കൃത്രിമക്ഷാമം ഉണ്ടാക്കി വില ഉയർത്തുക, പൂഴ്ത്തി വെക്കുക, ഇവയൊന്നും അനുവദനീയമല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഒരു കാര്യം എഴുതുക. ഇനി ലോട്ടറിയുടെ അറബി എന്താണ്? ലോട്ടറി യാ നസീബ് എന്നാണ് ലോട്ടറിയുടെ അറബി. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ കേന്ദ്രം മസ്ജിദുൻ നബവി കേന്ദ്രമായിട്ടാണ് പ്രബോധനവും തർബിയത്തും നിർവഹിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രബോധനവും തർബിയത്തും നിർവഹിച്ചത് മസ്ജിദുൻ നബവിയായിരുന്നു. ഇനി ഉത്തരം എഴുതാനാണ്. ആരാണ് മുഅ്മിൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. അടുത്തത് തൊഴിലാളിയുടെ വേതനം എപ്പോഴാണ് അനുവദനീയമാവുക? തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്താലാണ് വേതനം അനുവദനീയമാവുക. അടുത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? രംഗം ശാന്തമാക്കിയത് എങ്ങനെയാണ്? നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു.
നിങ്ങൾ അല്ലാഹു തആലയെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് രംഗം ശാന്തമാക്കാൻ പറഞ്ഞത്. അടുത്തെന്താണ്? പുണ്യകരമായ ധനവിനിയോഗ കാര്യങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. കുടുംബാംഗങ്ങളെ സഹായിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, മതപരമായ കാര്യങ്ങളിൽ ചെലവഴിക്കുക. ഇതാണ് പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങൾ. അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. അടുത്തതെന്താണ്? മദീന ആസ്ഥാനമായി നിലവിൽ വന്ന രാജ്യത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ മാറ്റങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. ശാന്തിയും സമാധാനവും സ്ഥാപിച്ചു, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹിക അകലം ഇല്ലാതാക്കി, സമ്പന്നർ ദരിദ്രരെ സഹായിച്ചു, അവഗണിക്കപ്പെട്ടവർക്കും പരിഗണന ലഭിച്ചു, അടിമ വിമോചനം നടപ്പിൽ വരുത്തി, സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകുകയും അവരുടെ പദവി ഉയർത്തുകയും ചെയ്തു. ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിന് 2 എണ്ണം എഴുതുക. ഇനി എന്താണ്? അൽ ഖുലഫാഉർ റാഷിദുകളെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. എന്താണ്? തഖ്വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളാൽ 4 ഖലീഫമാരും ലോകത്തിന് മാതൃകയായിരുന്നു. അവരുടെ ഭരണം 30 വർഷം നീണ്ടുനിന്നു. ദീനി കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി. വിശ്വാസത്തിലോ ആചാരത്തിലോ അളവ് വിട്ടുവീഴ്ച ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ എൻ്റെയും എൻ്റെ ശേഷം വരുന്ന പ്രത്യേക മാർഗദർശനം ലഭിച്ച ഖുലഫാഉർ റാഷിദുകളുടെയും ചര്യ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ 4 ഖലീഫമാരുടേതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് ഭരണം നടത്തിയ സഹാബിമാരാണ് ഖുലഫാഉർ റാഷിദുകൾ. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഈ 4 പേരും ഖുറൈശികളാണ്. ഒക്കെ ചേർത്തവിടെ പൂർത്തിയാക്കാം. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.